നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പള്ളം കൊറ്റമ്പത്തൂരിൽ അരക്കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ വിപുലമായ അന്വേഷണവുമായി ചെറുതുരുത്തി പോലീസ്. ഒഴിഞ്ഞ സ്ഥലത്ത് കോഴിഫാമിന്റെ മറവിൽ പുകയില സംഭരിച്ച് വിൽപ്പന നടത്തുന്നതിന് പിന്നിൽ വൻ മാഫിയ സംഘമെന്ന സംശയം. കോഴിഫാം നടത്തിപ്പിനായി സ്ഥലം വാടകയ്ക്കെടുത്ത ചാത്തന്നൂർ സ്വദേശിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കർഷകർ രണ്ടാം വിളയിറക്കും. തീരുമാനം സംയുക്ത യോഗത്തിൽ. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പു ലഭിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രശ്നം വകുപ്പ് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും. അഭിമാന താരങ്ങൾക്ക് അമ്പലപ്പാറയിലും മാങ്കുർശിയിലും സ്നേഹാദരം. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗം ചാമ്പ്യന്മാരായ കേരള ടീമിലെ അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അമ്പലപ്പാറയിൽ സ്വീകരണമൊരുക്കി. വെള്ളി മെഡൽ നേടിയ അണ്ടർ-19 കേരള വനിതാ ടീം അംഗത്തിന് മാങ്കുർശിയിൽ ഡിവൈഎഫ്ഐയുടെ അനുമോദനം. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തി പള്ളം കൊറ്റമ്പത്തൂരിൽ അരക്കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ശക്തമായ തുടരന്വേഷണവുമായി പോലീസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് രഹസ്യ കേന്ദ്രത്തിൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത് വൻ മാഫിയ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകൾക്കിടയിലെ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഓട്ടോ ഡ്രൈവർമാരെന്ന് പറയപ്പെടുന്ന 2 പേർ പിടിയിലായതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പിടിയിലായ മലപ്പുറം താനൂർ കുഴിയപ്പറമ്പ് വീട്ടിൽ 36 വയസ്സുള്ള ഷെരീഫ്, തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി പുലവെട്ടത്ത് വീട്ടിൽ 24 വയസ്സുള്ള ഉനൈസ് എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. കോഴിഫാം നടത്താൻ സ്ഥലം വാടകയ്ക്കെടുത്തത് ചാത്തന്നൂർ വലിയകത്ത് വീട്ടിൽ അമീൻ എന്ന വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. 1 വർഷം മുമ്പാണ് ഉമ്മർ എന്ന വ്യക്തിയുടെ സ്ഥലം കോഴിഫാമിനെന്ന് ബോധ്യപ്പെടുത്തി അമീൻ വാടകയ്ക്കെടുത്തത്. 3 മാസം മുമ്പ് വരെ ഇവിടെ കോഴികളെ വളർത്തിയിരുന്നു. കച്ചവടം നഷ്ടമാണെന്നും അടുത്തുതന്നെ സ്ഥലം ഒഴിഞ്ഞു തരാമെന്നും അമീൻ അറിയിച്ചിരുന്നതായി സ്ഥലമുടമ പറയുന്നു. ഇവിടെ പുകയില ശേഖരിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും ഉടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാഫിയ പ്രവർത്തനത്തിന് അനുയോജ്യമായ എസ്റ്റേറ്റുകൾക്കിടയിലെ നിഗൂഢമായ സ്ഥലം കോഴിഫാമിനെന്ന വ്യാജേന തെരഞ്ഞെടുത്തത് മാഫിയ പ്രവർത്തനം ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് സംശയിക്കുന്നു. 150ഓളം ചാക്കുകളിലായാണ് ഇവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. മൈസൂരിൽ നിന്ന് ഉള്ളി കൊണ്ടുവരുന്ന ലോറിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഗോഡൌണിൽ നിന്ന് പാക്കിംഗ് മെഷീനുകളും കവറുകളും കണ്ടെടുത്തു. 2 ലോറികളിലായാണ് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ഇത് 2ാം തവണയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ മെയ് 14-ന് 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും പ്രതികൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. അന്ന് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ലഹരി കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ കർഷകർ രണ്ടാം വിളയിറക്കും. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം വിള ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കർഷകർ പിന്മാറിയത്. പാടശേഖര സമിതി ഭാരവാഹികളും ഷൊർണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി ഭാരവാഹികളും കൃഷി ഓഫീസർമാരും നഗരസഭാ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരുമാണ് ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത്. കർഷകർക്ക് 2023-2024 വർഷത്തിൽ നഷ്ടമായ ഉഴവുകൂലി ഓഗസ്റ്റ് 14-ന് ജില്ലാ വികസന സമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് അനുമതി കിട്ടുന്ന മുറയ്ക്ക് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. കൃഷിവകുപ്പിന്റെ സുസ്ഥിര നെൽകൃഷി വികസനത്തിനുള്ള ഫണ്ട് 1200 രൂപയായി വെട്ടിക്കുറച്ചത് മുൻ വർഷങ്ങളിലേതുപോലെ 5500 രൂപയായി പുനഃസ്ഥാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും കൃഷിവകുപ്പിന്റെ ഉൽപ്പാദന ബോണസ് ഹെക്ടറിന് 1000 രൂപ വളരെ വേഗം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കാതെ നഷ്ടമാക്കുന്നതിന് ഇടയാക്കിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാൻ വകുപ്പ് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും. കർഷകരുടെ ആവശ്യപ്രകാരമാണിത്.
രണ്ടാം വിള നെൽകൃഷി ചെയ്യാനും കർഷകർക്ക് മുണ്ടകൻ കൃഷിക്കാവശ്യമായ വിത്ത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉമാവിത്ത് എത്തിച്ച് വിതരണം ചെയ്യുന്നതിനും രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനും തീരുമാനമായി. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ കർഷക ദിനം ചടങ്ങായി മാത്രം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി ജിഷ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ലക്ഷ്മണൻ, പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി കെ അശോകൻ, വൈസ് പ്രസിഡന്റ് ഇ കെ ശശിധരൻ നായർ, കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു, കവളപ്പാറ പാടശേഖര സമിതി സെക്രട്ടറി വിനോദ് ചെമ്പോട്ടിയിൽ, പ്രസിഡന്റ് പി ഹരിനാരായണൻ, ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി കെ ജയപ്രകാശ്, ഷൊർണൂർ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ പി സിന്ധു, കൃഷി അസിസ്റ്റന്റ് ടി കുമാരൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ അവിടെ 1.5 ലക്ഷം രൂപയുടെ വർക്ക് നടത്തി, ഒരു ഗ്രില്ലിട്ട വർക്ക്, അതിന് കൃത്യമായി ബില്ല് കൊടുത്തു. ആ ബില്ല് ആ കോൺട്രാക്ട് വാങ്ങിപ്പോയിട്ട് അപ്പൊ അതിന്റെ താല്പര്യം എന്താ അറിയാലോ. അതേപോലെ തന്നെ ആ പണി സമയത്ത് ഞങ്ങളുടെ പാടശേഖര സമിതി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ജനുവരി മാസത്തിൽ യോഗത്തിന് വന്നു. അവിടെ പണി നടക്കുമ്പോൾ അവിടെ കരിങ്കല്ല് റോഡിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തടുത്തു. ഞങ്ങൾ ചെയർമാനെ വിളിച്ചു, സെക്രട്ടറിയെ വിളിച്ചു, എഞ്ചിനീയറെ വിളിച്ചു. ആ പഴയ കല്ല് കൊടുത്തു നമുക്ക് എന്തിനാ വെച്ചാൽ റോഡ് അടയ്ക്കാൻ വെച്ചാൽ അല്ല പറഞ്ഞു. നഗരസഭയിൽ കൃഷിഭവനിൽ പോയി പണി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ പുതിയ കല്ല് പഴയ കല്ലുണ്ടാവും. ആ പുതിയ കല്ല് ഒരു ലോഡ് അടിക്കാതെ റോഡിൽ നിന്ന് കല്ലെടുത്തത് ആ ബില്ലാണ് പാസ്സായി. അപ്പൊ സെക്രട്ടറി പരാതി കൊടുത്തു. അതൊക്കെ അന്വേഷിക്കും പറഞ്ഞു. എന്താ അന്വേഷിച്ചു? അതിന്റെ ഫോട്ടോ കൃത്യം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരാണ് കൃഷി വ്യവസായം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പുത്തൂരിൽ വീടിനുള്ളിൽ ഹീറ്റർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം. കിടക്കയും ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു. പുത്തൂർ സ്വദേശി ഭാസ്കരന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗത്തിൽ കേരള ടീം ചാമ്പ്യന്മാരായി. കേരള ടീം അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ടി ഷാബിൻ, കെ അഭിലാഷ് എന്നിവർക്ക് അമ്പലപ്പാറയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കടമ്പൂർ PTA കമ്മിറ്റിയുടെയും അമ്പലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അമ്പലപ്പാറ സെൻട്രലാണ് ഇരുവർക്കും സ്വീകരണമൊരുക്കിയത്. സ്വീകരണയോഗം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പേരിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിലും ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി മനോജ്, ഹെഡ് മാസ്റ്റർ സുരേഷ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ, ട്രഷറർ ഇ കെ രാജൻ, സ്വാമിനാഥൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ആ പരിമിതികൾക്കൊക്കെ അപ്പുറം നമ്മുടെ ടാലന്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തും അതുപോലെ കായിക രംഗത്തൊക്കെയുള്ള ഈ വിജയങ്ങളെ നമ്മൾ നിരന്തരം പിന്തുണയ്ക്കണമെന്നൊരു അഭ്യർത്ഥനയോടെ അമ്പലപ്പാറ സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയായി ഇരുവരെയും കടമ്പൂർ സ്കൂളിലേക്ക് ആനയിച്ചു. വിദ്യാലയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പാൾ പി മനോജ്, PTA പ്രസിഡന്റ് കെ പി ഹരികൃഷ്ണൻ, ഉമ്മർ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗത്തിൽ വെള്ളി മെഡൽ കേരള വനിതാ ടീമിന്. ടീം അംഗമായ ബിവ്യ ബിജേഷിനെ മാങ്കുറിശ്ശിയിൽ ഡിവൈഎഫ്ഐ അനുമോദിച്ചു. ഡിവൈഎഫ്ഐ മാങ്കുറിശ്ശി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിവ്യയ്ക്ക് ആദരമൊരുക്കിയത്. മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് ബിവ്യ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതിൻ, മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി, മേഖലാ പ്രസിഡന്റ് ജയരാജ് എന്നിവർ അനുമോദന ചടങ്ങിൽ പ്രസംഗിച്ചു. ചടങ്ങിൽ ബിവ്യയ്ക്ക് ഉപഹാരവും പൊന്നാടയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് മാറ്റിവച്ച തുക വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകി ഒരു കുടുംബം. തുക കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി നഗരസഭാ ചെയർമാനെ ഏൽപ്പിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട് രമ്യ നിവാസിൽ രാജേഷ് പോൾ, ശാന്തികൃഷ്ണ ദമ്പതികളുടെ മകൻ കെവിൻ പോളിന്റെ 2ാം പിറന്നാൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയും കുട്ടിക്ക് സൈക്കിൾ വാങ്ങാൻ ഹുണ്ടികയിൽ സ്വരൂപിച്ച തുകയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പിറന്നാൾ ദിനത്തിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന് രാജേഷ് പോൾ, ശാന്തികൃഷ്ണ ദമ്പതികൾ തുക കൈമാറി. കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നതിനെ തുടർന്ന് രാജേഷ് പോളും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. രാജേഷ് പോളിൻ്റെയും കുടുംബത്തിൻ്റെയും പുണ്യപ്രവൃത്തിയെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അഭിനന്ദിച്ചു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്യാൻസറിന്റെ നീരാളിക്കൈകളിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ് ഒരു കുടുംബത്തിലെ 2 പേർ. വടക്കാഞ്ചേരി ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു LC ദമ്പതികളാണ് ക്യാൻസർ ബാധിച്ച് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 7 വർഷത്തോളമായി ക്യാൻസർ പിടിപെട്ട് ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബുവിൻ്റെ കുടുംബം ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. ഭാര്യ എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു. വലിയ സാമ്പത്തിക ബാധ്യത നേരിടുമ്പോഴാണ് കുടുംബത്തിൻ്റെ നട്ടെല്ലായ ബാബുവിനും 2020 ക്യാൻസർ പിടിപെടുന്നത്. ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം. 2 പെൺമക്കളാണ് ബാബു LC ദമ്പതികൾക്കുള്ളത്. ഇവരെ വിവാഹം കഴിച്ചുവിട്ടെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇരുവർക്കും ഒരു മാസം ചികിത്സാ ചെലവായി 36,000-ഓളം രൂപ വരുന്നുണ്ടെന്ന് മൂത്തമകൾ ബിൻസി ബാബു പറഞ്ഞു. ഇതുവരെയുള്ള കാരണം ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല. കാരണം കാരുണ്യ ഫണ്ട് അനുവദിച്ച് 2 ലക്ഷവും കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പച്ചനെയും അമ്മയ്ക്കായിരുന്നു ആദ്യം വന്നത്, അതിനുശേഷം അപ്പച്ചനെ വന്നേ. കുടുംബത്തിന് വേറൊരു വരുമാന മാർഗവും ഇല്ല. അപ്പച്ചനായിരുന്നു പിന്നെയും കൂലിപ്പണി തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ അതിനും 2 അപ്പച്ചനും വയ്യ, അമ്മയ്ക്കും വയ്യ. ഇങ്ങനെ 2 പെൺകുട്ടികളാ. ഞാൻ മൂത്താളാ. ജോലിക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ തന്നെ വീട്ടിലെ കീമോയ്ക്ക് പോകുമ്പോ 3 ദിവസം അടുപ്പിച്ച് കീമോയാണ് അമ്മയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച തീരെ വയ്യ. അപ്പോ വീട്ടിലൊരാളില്ലെങ്കിൽ അതും ബുദ്ധിമുട്ട്. എനിക്ക് ജോലിക്ക് പോകാനൊന്നും കഴിയണില്ല. കീമോതെറാപ്പിയും മറ്റും ചെയ്യുന്നതിനായി ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുവരാനും മക്കൾ മാത്രമാണ് ഒപ്പമുള്ളത്. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടത്തിപ്പോന്നത്. ആരോഗ്യ ഇൻഷുറൻസ് തുകയായ 2 ലക്ഷം രൂപയുടെ പരിരക്ഷ 2 പേർക്കും കഴിയുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കുടുംബം. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തേണ്ടതിനാൽ സുമനസ്സുകളുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. ഞാൻ ഈ വാർഡിലത്തെ മെമ്പറാണ്. എൻ്റെ വാർഡിലത്തെ ചേട്ടനാണ് ബാബുവേട്ടനും LC ചേച്ചിയും. അവർക്ക് 2 പെൺമക്കളാണ്. ഇപ്പോൾ 7 വർഷത്തോളമായി എൻ്റെ ചേച്ചിക്ക് ക്യാൻസറും 4 വർഷത്തോളമായി ചേട്ടന് ക്യാൻസറാണ്. 2 പെൺമക്കൾ മാത്രമേ ഉള്ളവർക്ക്. വേറെ പറയാൻ മാത്രം വരുമാനം എവിടുന്നും കിട്ടാനില്ല. ഇപ്പൊ ഇത്രയും നാള് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതുമില്ല. ഇപ്പൊ ചേച്ചിക്കാണെങ്കിൽ മരുന്നിന് പുറമെ ബാഗ് വെച്ചിട്ടുണ്ട്. ബാഗിന് തന്നെ നല്ല പൈസയാണ്. മരുന്ന് മാത്രമല്ല, ബാഗ് കൂടി ആകുമ്പോൾ അവർക്ക് ഒരു മാസം തന്നെ 50,000-ന് മുകളിൽ മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചികിത്സാ ധനസമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ കൺവീനറായും ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സഹായമെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിൻ്റെ പേരിലുള്ള വടക്കാഞ്ചേരി SBI ശാഖയിലെ അക്കൗണ്ടിലേക്ക് പണം അയക്കേണ്ടതാണ്. അക്കൗണ്ട് നമ്പർ 4249889295. IFSC കോഡ് SBIN 0070172. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ വകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത മൂലക്കുരു ചികിത്സാ കേന്ദ്രം അടപ്പിച്ചു. മുണ്ടൂർ, കോങ്ങാട് പഞ്ചായത്തുകളിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. ആയുർവേദ വകുപ്പിന്റെ അനുമതിയോ ക്ലിനിക്കൽ രജിസ്ട്രേഷനോ ഇല്ലാതെ അനധികൃതമായി അലോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് നടത്തുന്ന മൂലക്കുരു ചികിത്സാ കേന്ദ്രമാണ് അടപ്പിച്ചത്. അതിഥി തൊഴിലാളിയെ സഹായിയായി നിർത്തിക്കൊണ്ട് അണുവിമുക്തമാക്കാത്ത സൂചി, സിറിഞ്ച് ഉൾപ്പെടെ പല ഉപകരണങ്ങളും ശരിയായ ബയോമെഡിക്കൽ സംസ്കരണ സൗകര്യവുമില്ലാതെ അശാസ്ത്രീയമായി ചികിത്സ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ പരസ്യ ബോർഡുകളും നോട്ടീസുകളും കണ്ടെത്തി അവ നീക്കം ചെയ്തു. കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ്, മുണ്ടൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു ചെറിയാൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഹമ്മദ് ബഷീർ ഖാൻ, MU വാസുദേവൻ, സൂര്യ ബി ഷാൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തുടർ നടപടികൾക്കായി ആയുർവേദ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഒറ്റപ്പാലത്ത് തിരുവല്ലോമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 10ാം വാർഷിക സമ്മേളനം നടന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു.
സംഘടനയുടെ 10ാം വാർഷിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ വലിയ മറ്റേ നേതാക്കന്മാരെ കൂടി വന്നിരുന്നിട്ട് ഈ ജനങ്ങളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ് വേണം, നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ്സുകൾ വേണം എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്ന റൂട്ടിൽ ഞങ്ങൾ ബസ്സുകൾ ഉണ്ടാക്കി തരാം. എന്നിട്ട് ആളുകളോട് പറയുന്നത് ഏത് റൂട്ടിലൊക്കെ ബസ് വേണ്ടത്. ആളുകൾ ഓരോരുത്തർ എടുത്തിട്ട് ആ വഴി ഈ വഴി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ RTO ഒന്ന് എഴുതി കൊടുക്കുക, അടുത്ത ബോർഡിൽ വെച്ച് പാസ്സാക്കാം. അപ്പൊ അതിനൊരു കണ്ടീഷൻ മന്ത്രി വന്നിട്ടില്ലെന്ന് പറയും. നിങ്ങൾ ബസ്സുകാരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരസ്യമായ കാര്യമാണ്. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് N വിദ്യാധരൻ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് KG രാജീവ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K സുനിൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. M രഞ്ജിത്ത്, C അയ്യപ്പൻ, K പ്രിയേഷ്, ശ്രീരാം നാരായണൻ, OP രാജകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവും സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വായ്പാ കുടിശ്ശികയായവരെ സഹായിക്കാൻ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കും. ഓഗസ്റ്റ് 14, 16, 17, 19 തീയതികളിലായി നടത്തുന്ന അദാലത്തിൽ പങ്കെടുത്ത് വായ്പാ കുടിശ്ശികയുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരി, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മൂലം സഹകരണ ബാങ്കിംഗ് മേഖലയിൽ വായ്പ എടുത്തിട്ടുള്ള പലരുടെയും തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി വിവിധ തരത്തിലുള്ള കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെങ്കിലും പലർക്കും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് U രാജഗോപാൽ പറഞ്ഞു. ഇത്തരത്തിൽ നിയമ നടപടികൾ നേരിടുന്നവരെ സഹായിക്കാനാണ് ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ സമഗ്രമായ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. ഇതിന്റെ ഭാഗമായി കുടിശ്ശികക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് കൃത്യമായ ശുപാർശ സമർപ്പിക്കാൻ ബ്രാഞ്ച് മാനേജർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14, 16, 17, 19 തീയതികളിൽ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും പൊതുമേഖലാ ബാങ്കുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും സാമൂഹ്യ അംഗീകാരം നേടിയ വിശിഷ്ട വ്യക്തികളും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ഒരു പാനൽ മാനേജർമാരുടെ ശുപാർശകൾ പരിഗണിച്ച് ഒറ്റത്തവണ തീർപ്പാക്കലിന് നേതൃത്വം നൽകും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് U രാജഗോപാൽ ആവശ്യപ്പെട്ടു. നിർദ്ദേശങ്ങൾ വരെയുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം പുതിയ ലോഡുകൾ തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ ഇപ്പോൾ അടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുടിശ്ശിക ഒരു നല്ല രൂപത്തിൽ അടയ്ക്കാൻ പര്യാപ്തമായ രൂപത്തിൽ പുതിയൊരു പരിപാടി ഉണ്ടാക്കണം എന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ബാങ്ക് ഭരണസമിതി കൂടി ആലോചിച്ച് റിസർവ് ബാങ്കിൻ്റെ കൂടി അനുമതിയോടുകൂടി ബാങ്ക് ഒരു തീരുമാനമെടുത്ത് ഒരു നല്ല തുക ഒരടയ്ക്കാനുള്ള കുടിശ്ശികയുടെ നല്ല ഭാഗം കുറച്ചുകൊണ്ട് അവരുടെ ലോണുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 14, 16, 17, 19 തീയതികളിലാണ് ഈ സ്പെഷ്യൽ കുടിശ്ശിക നിവാരണ അദാലത്ത് നടക്കുക. ഈ അദാലത്തിൽ ഇപ്പോൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സംഖ്യ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫഷണൽ ഡയറക്ടർ M വിജയൻ, PK ഗംഗാധരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ജനറൽ മാനേജറുടെ ചുമതല വഹിക്കുന്ന CS ബിന്ദു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പള്ളം കൊറ്റമ്പത്തൂരിൽ 1/2 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ വിപുലമായ അന്വേഷണവുമായി ചെറുതുരുത്തി പോലീസ്. ഒഴിഞ്ഞ സ്ഥലത്ത് കോഴിഫാമിന്റെ മറവിൽ പുകയില സംഭരിച്ച് വിൽപ്പന നടത്തുന്നതിന് പിന്നിൽ വൻ മാഫിയ സംഘമെന്ന സംശയം. കോഴിഫാം നടത്തിപ്പിനായി സ്ഥലം വാടകയ്ക്കെടുത്ത ചാത്തന്നൂർ സ്വദേശിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കർഷകർ 2ാം വിളയിറക്കും. തീരുമാനം സംയുക്ത യോഗത്തിൽ. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പു ലഭിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രശ്നം വകുപ്പ് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും. അഭിമാന താരങ്ങൾക്ക് അമ്പലപ്പാറയിലും മാങ്കുർശിയിലും സ്നേഹാദരം. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗം ചാമ്പ്യന്മാരായ കേരള ടീമിലെ അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അമ്പലപ്പാറയിൽ സ്വീകരണമൊരുക്കി. വെള്ളി മെഡൽ നേടിയ അണ്ടർ-19 കേരള വനിതാ ടീം അംഗത്തിന് മാങ്കുർശിയിൽ ഡിവൈഎഫ്ഐയുടെ അനുമോദനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.